നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ഡൽഹിയിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. എന്താകും തീരുമാനം? കോൺഗ്രസിൽ 2 പേർ തെറിക്കുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രിയാകാനുള്ള നറുക്ക് വീഴുക? ഈ വാർത്തയിലേക്കാണ് നമ്മൾ വിശദമായി കടക്കാൻ പോകുന്നത്. സ്വാഗതം 9 മണി വാർത്തയിലേക്ക്. ആദ്യം തലക്കെട്ടുകൾ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഇന്ന് നിർണായക ദിനം. ുമായി കൂടിക്കാഴ്ചയ്ക്ക് സംസ്ഥാന നേതാക്കൾ ഡൽഹിയിൽ. മുഖ്യമന്ത്രിയെ നാളെ തീരുമാനിച്ചേക്കും. തെരുവിൽ ചേരി തിരിഞ്ഞ പ്രതിഷേധം തുടർന്ന് പ്രവർത്തകർ. മലപ്പുറത്ത് KC വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ പെയിന്റ് അടിച്ചു. തിരുവനന്തപുരത്ത് സതീഷിന്റെ ഫ്ലെക്സിന് മുകളിൽ പോസ്റ്റർ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കിയും തലസ്ഥാനത്ത് ഫ്ലെക്സുകൾ. സതീഷിന്റെ മംഗലാപുരം യാത്രയെ രൂക്ഷമായി വിമർശിച്ച് കോഴിക്കോടും ഫ്ലെക്സ്. തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ തോൽവി ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത്. റോഷി അഗസ്റ്റിനെതിരെ വിമർശനത്തിന് സാധ്യത. തമിഴ്നാട്ടിൽ തീരാതെ രാഷ്ട്രീയ അനിശ്ചിതത്വം. വിജയുടെ സത്യപ്രതിജ്ഞ വൈകുന്നു. തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് VCK. TVK പിന്തുണയ്ക്കുന്നതിൽ AMMKയിൽ ഭിന്നത. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ ഇന്ന് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ. കൊച്ചിയിൽ വ്യാജരേഖകൾ ചമച്ച അവയവദാന തട്ടിപ്പ് നടത്തിയത് മെഡിക്കൽ ടൂറിസം കമ്പനിയുടെ മറവിൽ. മുഖ്യപ്രതി നജീബിന്റെ സാമ്പത്തിക ഇടപാടുകൾ തേടി പോലീസ്. അന്വേഷണം ഇതര ജില്ലകളിലേക്കും. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിത യാത്രയ്ക്കായി പ്രൊജക്ട് ഫ്രീഡം ആരംഭിക്കുമെന്ന് അമേരിക്ക. വാണിജ്യ കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാൻ US പടക്കപ്പലുകൾ അകമ്പടിയാകുമെന്ന് ട്രംപ്. ഖാർഗ് ദ്വീപിലെ ആക്രമണത്തിൽ കടലിൽ എണ്ണ ചോർച്ച. ഒൻപത് മണി വാർത്തയിലേക്ക് വിശദമായി കടക്കുകയാണ്. 9 മണി വാർത്തയിൽ ആദ്യം നമ്മൾ പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നതിലുള്ള കോൺഗ്രസിലെ അനിശ്ചിതത്വത്തിന്റെ കാര്യത്തിലേക്കാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള സംസ്ഥാന നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന് ഡൽഹിയിൽ നടക്കും. പ്രശ്നപരിഹാരത്തിനായി എന്ത് ഫോർമുല കണ്ടെത്തുമെന്നത് നിർണായകമാണ്. MLA-മാരുടെ പിന്തുണയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് KC വേണുഗോപാൽ പക്ഷം. അതേസമയം ഘടക കക്ഷികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വരുന്ന പിന്തുണയിലാണ് VD പക്ഷത്തിന്റെ പ്രതീക്ഷ. തന്റെ സീനിയോറിറ്റി പരിഗണിക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയും കരുതുന്നത്. നേതാക്കൾക്കിടയിൽ ധാരണയുണ്ടായാൽ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും. എല്ലാ കണ്ണുകളും ഡൽഹി ചർച്ചകളിലേക്കാണ്. ഇതിനിടെ സംസ്ഥാനത്ത് പലയിടത്തും ഇന്നും VD അനുകൂല പ്രകടനങ്ങൾ, രമേശ് ചെന്നിത്തല അനുകൂല പ്രകടനങ്ങൾ, KC അനുകൂല പ്രകടനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കിരൺ ബാബു ഒപ്പം ഡാൻ കുര്യൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ കിരൺ ബാബുവിലേക്ക് പോകുന്നു. കിരൺ, എന്താണ് നിലവിലെ സ്റ്റാറ്റസ്? ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ? ആരൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്? എൽദോ, ഏറ്റവും ആകാംക്ഷാപൂർവ്വം കേരളം കാത്തിരിക്കുകയാണ് ആരാവും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെന്ന്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടായും തീരുമാനം ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷയാണ്. പക്ഷേ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് അങ്ങനെ തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഡൽഹിയിൽ ഇപ്പോഴുള്ളതും. കോൺഗ്രസിൻ്റെ ഇത്രകാലത്തെ ചരിത്രവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ 3 പേരിൽ ഒരാൾ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. ഈ 3 പേരിൽ ഒരാളുടെ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ 3 പേരും 3 തരത്തിൽ കരുത്തരായ നേതാക്കളാണ്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് 3 പേരും സ്വീകാര്യരായ നേതാക്കൾ തന്നെയാണ്. വിവിധ ദൗത്യങ്ങൾ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഹൈക്കമാൻഡിന് വേണ്ടി ആത്മാർത്ഥമായി ചെയ്ത നേതാക്കളാണ്. 3 പേരും അർഹരാണ് എന്ന കാര്യത്തിലും ഹൈക്കമാൻഡ് സംശയമില്ല. പക്ഷേ 3 പേർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാനാവില്ല. അവിടെ സ്വാഭാവികമായും MLA-മാരുടെ അഭിപ്രായത്തിന് കേരളത്തിൻ്റെ പാർട്ടിയുടെ ഒരു ഐക്യം, മുന്നണിയുടെ ഐക്യം, അങ്ങനെ പല ഘടകങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടി വരും. ഇന്നെന്തായാലും തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ഇന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ വൈകുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അവിടേക്ക് രാഹുൽ ഗാന്ധി
ഗാന്ധി അടക്കം പോകുമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇന്ന് സത്യപ്രതിജ്ഞയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ചർച്ച നടക്കാനാണ് സാധ്യത. 11 മണിയോടുകൂടി എപ്പോഴാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അറിയിക്കാമെന്നാണ് ഈ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. 11 മണിക്ക് ശേഷമാവും ഖർഗെയുമായിട്ടായിരിക്കും ആദ്യ കൂടിക്കാഴ്ച നടക്കുക എന്നറിയുന്നു. ഖർഗെയുമായി കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും അവരുടെ അവകാശവാദങ്ങളും എല്ലാം ഉന്നയിക്കും. ഹൈക്കമാൻഡ് സ്വാഭാവികമായും ആദ്യ റൗണ്ടിൽ ഇതൊക്കെ കേൾക്കുക എന്നുള്ളതായിരിക്കും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ വീണ്ടും ഒരു ചർച്ച നടത്തി എന്താണ് ഹൈക്കമാൻഡ് നിലപാട് എന്നുള്ളത് സ്വാഭാവികമായും മറിച്ച് ഇവരെ അറിയിക്കും. ആ നിലപാടിനോടുള്ള ഇവരുടെ ഇനി മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്നോ അല്ലെങ്കിൽ ഇത് സ്വീകരിക്കാം, ഇന്നയാളെ സ്വീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ സ്വാഭാവികമായും ഇവർ ഉന്നയിക്കുന്ന ആരും അങ്ങനെ അവകാശവാദത്തിൽ നിന്ന് 3 പേരും പിൻവാങ്ങാൻ യാതൊരു സാധ്യത നിലവിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിലൊക്കെ ആയിരിക്കും ഇന്ന് കടക്കുക. ഈ ചർച്ചയ്ക്ക് ശേഷം അവിടെ ഒരു തീരുമാനമായില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പ് തന്നെ തീരുമാനമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് നടന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായും ഈ സമാനമായ രീതിയിൽ 3 പേരും ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ നേതാക്കളായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പക്ഷത്തും അവിടെയും ഒരു തീരുമാനമായില്ലെങ്കിൽ അത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അടക്കം പോകാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളടക്കം ഇവരുമായി ചർച്ച നടത്താൻ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിഷയമുണ്ടാകുമ്പോൾ സംഘടനാകാര്യ സെക്രട്ടറി എന്ന നിലയ്ക്ക് കെ.സി. വേണുഗോപാൽ ഈ ചർച്ചയ്ക്കൊക്കെ ഹൈക്കമാൻഡിന് വേണ്ടി ഇടപെടാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡിന് വേണ്ടിയുള്ള അത്തരത്തിലേക്കുള്ള ഇടപെടലിനപ്പുറത്തേക്ക് കെ.സി. വേണുഗോപാലും ഇവിടെ ഒരു കക്ഷിയാണ്. അങ്ങനെ കക്ഷിയായി നിൽക്കുമ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ സ്വാഭാവികമായിട്ടും ഖർഗെയുടെ തീരുമാനവും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും തീരുമാനം തന്നെയാവും ഇതിൽ ഏറ്റവും നിർണായകമാവുക. റൈറ്റ്. കിരൺ ബാബു, ഒരു നിമിഷം ഇപ്പോൾ ഇതാ കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് നോക്കാം. കിരൺ ബാബു തുടരണം. കിരൺ ബാബു ഡൽഹിയിൽ നിന്നാണ് ചേർന്നത്. കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ചിലരുടെ ആഗ്രഹങ്ങൾ അവർ ഫ്ലക്സിലൂടെ പ്രദർശിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രകടനം നടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ ആ പ്രകടനം കൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫ്ലക്സുകൾ കൊണ്ടും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ഫ്ലക്സിന്റെ എണ്ണം കൂടിയതുകൊണ്ടോ ജാഥകൾ കൂടിയതുകൊണ്ടോ ഒന്നും തീരുമാനമാവില്ല. തീരുമാനമാവണമെങ്കിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകണം. അത് ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാവുന്നതാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അത് എടുക്കാൻ വിട്ടുപോയതായിരിക്കും. ഞാൻ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പരസ്യമായിട്ട് പറയില്ല. ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിന്റെ വികാരം അവിടെ ധരിപ്പിച്ചു. എന്നോട് ജനങ്ങൾ പറഞ്ഞ കാര്യം അത് ഞാൻ അവിടെ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഫ്ലക്സ് വെച്ചതുകൊണ്ടോ ജാഥ നടത്തിയത് കൊണ്ടോ ഒന്നും തീരുമാനം വരില്ല. തീരുമാനം ആവേണ്ട സമയത്താവും. അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്താണ് എന്താണ് മാനദണ്ഡമാക്കേണ്ടത്? MLA-മാരുടെ നമ്പേഴ്സാണോ, സീനിയോറിറ്റിയാണോ, ജനപിന്തുണയാണോ? എന്താണ് മാനദണ്ഡമാക്കേണ്ടത്? സീനിയോറിറ്റി ഒന്നും പാർട്ടിക്കകത്ത് പലപ്പോഴും നോക്കിയിട്ടില്ലല്ലോ. സീനിയോറിറ്റി ഒന്നും പ്രശ്നമൊന്നുമല്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കണം, ഘടകകക്ഷികളുടെ അഭിപ്രായം നോക്കണം. ഇതൊരു സിംഗിൾ പാർട്ടി ഗവൺമെന്റ് അല്ല, ഇതൊരു കൊയിലീഷൻ ഗവൺമെന്റാണ്. സ്വാഭാവികമായും ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടെ ആരായി. കെ മുരളീധരനാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. നിലവിലത്തെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളുടെ സാഹചര്യം, അതിൽ പ്രതികരണങ്ങൾ തേടുകയായിരുന്നു. കിരൺ ബാബു ഡൽഹിയിൽ തുടരുന്നുണ്ട്. ഡാൻ കുര്യൻ കെ മുരളീധരനുള്ള സ്ഥലത്ത് ഗൗരവിക്കപ്പെട്ടതും ചേരുന്നുണ്ട്. ഞാൻ കിരണിലേക്ക് എത്താൻ അതിന് ഡാൻ കുര്യനിലേക്ക് എത്തുന്നു. ഡാൻ, ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് രസകരമായിട്ടുള്ള കാര്യമാണ്. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കണം. അത് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് കെ.സി. വേണുഗോപാലിന് അനുകൂലമാണ്. ഒപ്പം തന്നെ ഘടകകക്ഷികളുടെ നിലപാടുകൾ അത് എന്താണ് എന്നുള്ളത് പരിഗണിക്കണം. അത് നമ്മൾ പറയുന്ന പോലെ റിപ്പോർട്ടുകൾക്കനുസരിച്ച് അത് VD സതീശന് അനുകൂലമാണ്. ഇത് ഒന്നും അങ്ങ് ചേരുന്നില്ല. ഡാൻ, എന്താണ് നിലവിലത്തെ സാഹചര്യം? ഇന്ദിരാഭവൻ എങ്ങനെ ഉറ്റുനോക്കുന്നു ഡൽഹിയിലെ ചർച്ചകളെ?
ഈ സങ്കീർണമായ സാഹചര്യമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരും എന്നതിനെ ഏറ്റവും ആകാംക്ഷാഭരിതമായ ഒരു തരത്തിലേക്ക് ഈ ചർച്ചകളെ എത്തിച്ചിരിക്കുന്നത്. കാരണം MLA-മാരുടെ പിന്തുണയുള്ളയാൾക്ക് ഘടകകക്ഷികളുടെ പിന്തുണ ലഭിക്കുന്നില്ല. ഘടകകക്ഷികൾ പിന്തുണയ്ക്കുന്ന ആൾക്ക് MLA-മാരുടെ പിന്തുണ സ്വന്തം പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇങ്ങനെ അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഇതിലൊരു തീരുമാനം അനായാസേന എടുക്കുന്നതിന് വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന പശ്ചാത്തലം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സൂചിപ്പിച്ച കാര്യം വീണ്ടും ആവർത്തിക്കുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ വെല്ലുവിളികളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് MLA-മാരുടെ പൂർണ്ണ പിന്തുണയുള്ള നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കടന്നുവരാം, ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാം. പക്ഷേ അത് വലിയ 2 റിസ്കുകളിലേക്ക് നയിക്കും. കാരണം ഇന്ന് നടന്ന പ്രകടനങ്ങളിൽ പ്രവർത്തകരുടേതെന്ന പേരിൽ ഉണ്ടായിരിക്കുന്ന വലിയ തരത്തിലുള്ള ആക്രോശങ്ങൾ നമ്മൾ കണ്ടതാണ്. അവർ ആവർത്തിച്ച് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ തോൽപ്പിച്ച് കളയുമെന്ന്. അത് ആവർത്തിക്കുകയാണ്. ഇരിക്കൂറിലും അതോടൊപ്പം ആലപ്പുഴയിലുമൊക്കെ സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അങ്ങനെ KC വേണുഗോപാൽ സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയായി എത്തിയാൽ വരാനിരിക്കുന്നത് 2 ഉപതെരഞ്ഞെടുപ്പുകളാണ്. ആ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിട്ടാൽ അത് ആരുടെ ഉത്തരവാദിത്തമായി മാറും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കമാൻഡ് അത് കൃത്യമായി പരിഗണിക്കും. കാരണം ലോക്സഭയിൽ കോൺഗ്രസിന് ഒരു MPയെ നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീക്കളിക്ക് ഹൈക്കമാൻഡ് നിൽക്കുമോ എന്നതാണ് അറിയേണ്ടത്. അതേസമയം KC വേണുഗോപാൽ പക്ഷം ഒരു കാരണവശാലും VD സതീശനെ പിന്തുണയ്ക്കില്ല എന്ന നിലപാട് അസംയുക്തമായി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ചെന്നിത്തലയെ മുതിർന്ന നേതാവെന്ന പരിഗണന നൽകിക്കൊണ്ട് ഹരിപ്പാട് നിന്ന് ജയിച്ച ഒരു MLA എന്ന പരിഗണന നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴിയൊരുങ്ങുമോ എന്നതിൽ മാത്രമാണ് ഇനിയൊരു വ്യക്തത ഉണ്ടാകാനുള്ളത്. ഒന്നുകിൽ KC വേണുഗോപാൽ, അതല്ല എങ്കിൽ KC വേണുഗോപാലിന്റെ പിന്തുണയോടെ മറ്റൊരാൾ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കാൻ സാധ്യതയേറെ. അതേസമയം VD സതീശൻ ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ ഒന്നും അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ VD സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഘടകകക്ഷി നേതാക്കളുമൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു മന്ത്രിസഭ, ചരിത്ര വിജയത്തിന് ശേഷം പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പ്രതിപക്ഷത്ത് അന്ന് പാർട്ടിയെ നയിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ഒരു നിർണായക പദവിയിൽ സർക്കാരിന്റെ ഭാഗമല്ല എങ്കിൽ അതുണ്ടാക്കാനിടയുള്ള ഒരു അവമതിപ്പ്, പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കാനിടയുള്ള അവമതിപ്പ്, അതും ഹൈക്കമാൻഡിനെ മുഖവിലേക്ക് എടുക്കേണ്ടി വരും. VD സതീശന്റെ ആ സമ്മർദ്ദ നീക്കം ഫലം കാണുമോ? ഹൈക്കമാൻഡ് അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതാണ് ഇനി ഈ വിഷയത്തിൽ നിർണായകമായി മാറാൻ പോകുന്നത്. റൈറ്റ്, ഡാൻ തുടരണം. കിരൺ ബാബുവിലേക്ക് കൂടി പോകുന്നു. കിരൺ, എനിക്ക് തോന്നുന്നു കിരൺ ഡൽഹിയിൽ കേരള ഹൗസിലാണെന്ന് തോന്നുന്നു. എന്താണല്ലോ അവിടുത്തെ ഒരു മൂഡ് എന്താണ് കിരൺ? സാധാരണ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നേതാക്കൾ എത്തുമ്പോൾ ഒക്കെ അവിടെ കൂട്ടമായി പ്രവർത്തകർ എത്താറുണ്ട്. ഇന്നലെ രാത്രി VD സതീശൻ വന്നപ്പോൾ അവിടെ ഒരുപാട് VD സതീശന്റെ അനുകൂലിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ കേട്ടിരുന്നു, ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഫ്ലൈറ്റിൽ ഈ രമേശ് ചെന്നിത്തല VD സതീശൻ ഒരുമിച്ചായിരുന്നല്ലോ യാത്ര. കിരണും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു ബോഡി ലാംഗ്വേജ്, ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ ഉണ്ടായോ? എന്തായിരുന്നു ഫ്ലൈറ്റിലൊരു മൂഡ് എന്തായിരുന്നു? ഇറങ്ങുന്ന സമയത്തൊക്കെ ഇവർ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായിരുന്നോ? എൽദോ, ഒരു കാലത്ത് ഇവർ രണ്ടുപേരും വളരെ അടുത്ത ആളുകളായിരുന്നു, ഒരുമിച്ച് നിന്ന ആളുകളാണ്. VD സതീശൻ്റെ കൂടി നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷേ കാലം കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തല മാറി VD സതീശൻ വരുന്നു. അതിനുശേഷം രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു മെച്ചപ്പെട്ട, രണ്ടുപേരും തമ്മിൽ ബന്ധമൊക്കെ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് പഴയ തരത്തിലേക്കുള്ള അങ്ങനെ ഒരു ബന്ധം ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അത്യാവശ്യം പാർട്ടി കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചേരുന്നതിനിടയിൽ പലപ്പോഴും നിർണായകമായ പല ചർച്ചകളിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ ഒഴിച്ചു നിർത്തുകയും ഒക്കെ ചെയ്ത സംഭവമൊക്കെ ഉണ്ടായി. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുമായിരുന്നു പ്രധാനപ്പെട്ട രണ്ടുപേർ. അന്ന് VM സുധീരൻ KPC അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുന്നു. എന്നതിനപ്പുറത്തേക്ക് അത്തരം ഒരു പ്രധാനപ്പെട്ട ആൾ എന്ന നിലയിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നോക്കം പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. അതൊക്കെ ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ വലിയ വിടവുണ്ടാക്കിയിരുന്നു. അപ്പോഴും അങ്ങനെ പരസ്യമായി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്ന ആളുകളല്ല രണ്ടുപേരും. അതിനപ്പുറത്തേക്ക് ഒരു അഭിനയം കൂടി അവർ ഇതുവരെയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ ഇന്നലെ ആ ഫ്ലൈറ്റിൽ വരുമ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ അവിടെ ഒരേ ഫ്ലൈറ്റിൽ തന്നെയാണ് എത്തേണ്ടത്. വൈകുന്നേരം 7 മണിക്ക്
മണിക്ക് വരേണ്ട ഫ്ലൈറ്റ് രാത്രി 9 മണിയിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ രണ്ടുപേരും 8 മണിക്ക് തന്നെ വിമാനത്താവളത്തിൽ 8 മണിക്ക് അടുപ്പിച്ച് തന്നെ രണ്ടുപേരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. VIP ലോഞ്ചിലിരിക്കുമ്പോഴും രണ്ടുപേരും അവിടെ അവരുടെ ഒപ്പം നിൽക്കുന്ന 1-2 പേരോട് സംസാരിക്കുന്നതിനപ്പുറം പരസ്പരം അങ്ങനെ കാര്യമായ സംസാരത്തിലേക്ക് അവിടെ വെച്ചും പോയിരുന്നില്ല. പിന്നീട് രണ്ടുപേരും രണ്ടായിട്ടാണ് വിമാനത്തിനകത്തേക്ക് കയറുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശന് ബിസിനസ് ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ സീറ്റുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നിൽ തന്നെ എക്കണോമിയിൽ സ്പെഷ്യൽ എക്കണോമി സീറ്റ് അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തലയുടെ സീറ്റ് ഉണ്ടായിരുന്നത്. സാധാരണ സണ്ണി ജോസഫും അതിൽ തന്നെ ഉണ്ടായിരുന്നു. സണ്ണി ജോസഫ് സാധാരണ എക്സിക്യൂട്ടീവിൽ അതിനും പിന്നിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സീറ്റ്. ഇവർ വിമാനത്തിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വീഡിയോ ഞാൻ ഇവർക്കൊപ്പം തന്നെയാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇവർ തമ്മിലൊന്ന് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ കാര്യമായ ഒരു സംസാരത്തിലേക്ക് രണ്ടുപേരും പോകുന്നില്ല. ആ തരത്തിലേക്ക് മാനസികമായി രണ്ടുപേരും അകന്നു നിൽക്കുകയാണ് എന്ന് തന്നെ പരസ്പരം പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അല്പം സമയം മുമ്പ് ഈ കെ മുരളീധരനെ പറഞ്ഞ വാചകം പോലും കെ മുരളീധരൻ പറഞ്ഞത് അത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞത് VD സതീശൻ വിരുദ്ധമായിട്ടാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നുള്ള നിലപാടാണ്. ഏറെക്കുറെ അതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഇവർ രണ്ടുപേരുമായി അടുത്ത് നിൽക്കുന്ന പല നേതാക്കളും അവസാന നിമിഷം മറുകണ്ഠം ചാടുകയും ഒക്കെ ഉണ്ടായി. ഇവർ 100% വിശ്വസിച്ചു ഞാൻ എൻ്റെ കൂടെ തന്നെ നിൽക്കും എന്ന് പ്രതീക്ഷിച്ച ഒരാൾ. ഇപ്പോൾ ആ ലിസ്റ്റിൽ പുറത്തു വന്ന ലിസ്റ്റിൽ വന്ന ഒരാളുടെ പേര് നീലകണ്ഠൻ. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുമെന്ന് രമേശ് ചെന്നിത്തല ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അങ്ങനെയല്ല, നീലകണ്ഠൻ്റെ പേരല്ല, പ്രദീപിൻ്റെ പേരാണ് രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് നീലകണ്ഠൻ നിൽക്കുന്നത് VD സതീശനൊപ്പമാണ് എന്ന് VD സതീശന് വരുന്നു. അങ്ങനെ പല നേതാക്കളെ സംബന്ധിച്ചും ഈ അവസാന നിമിഷം ഇവരെങ്ങോട്ട് ചാടി പരസ്പരം മാറിപ്പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു മാനസികാവസ്ഥ. സ്വാഭാവികമായിട്ട് അറിയാം, ഒരു നേതാവിനെ സംബന്ധിച്ച് അവർ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇനി VD സതീശനെ സംബന്ധിച്ച് വേണമെങ്കിൽ 61 വയസ്സുള്ള VD സതീശൻ ചിലപ്പോൾ കാത്തിരിക്കാൻ സമയം കാണും. രമേശിനും വേണമെങ്കിൽ ഇപ്പോൾ VS-ൻ്റെ ഒക്കെ കഥ എടുത്താൽ അത് അത്യപൂർവമായ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കാൻ രണ്ടുപേർക്കും സമയമൊക്കെ. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 5 വർഷം, ഇനി അടുത്ത 5 വർഷം തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. സാധാരണഗതിയിലാണെങ്കിൽ മറിച്ച് ഭരണം വരുന്നത് പിന്നെയും ഒരു 5 വർഷം കഴിച്ച് 10ാമത്തെ വർഷം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇവരൊക്കെ 70 പ്രായം, അതിന് വലിയൊരു പ്രായത്തിലേക്കൊക്കെ ഇവർ പലരും എത്തേണ്ടി വരുന്ന ഒരവസ്ഥ. എന്തായാലും അതിൻ്റെ ഒരു ടെൻഷൻ ഇവരുടെ എല്ലാം മുഖത്തുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഫ്ലൈറ്റിലെ സംസ്ഥാനങ്ങൾ കുറവാണ്, വ്യക്തമാണ്. ഫ്ലൈറ്റ് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ടെർമിനലിലേക്ക് പോകുന്ന ബസ്സിൽ പോലും രണ്ടിടത്ത് രണ്ടായി ഇറങ്ങുന്നു. ഒക്കെ ആ ദൃശ്യങ്ങളുണ്ട്. കിരൺ തന്നെയാണ് ആ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. കിരൺ ബാബു, ഒരു നിമിഷം ഞാൻ ഡാനിലേക്ക് പോയിട്ട് വരാം. ഡാൻ, ഇപ്പോൾ ഈ യുദ്ധം അത് തെരുവിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഈ നേതാക്കൾക്കായി ചേരിതിരിഞ്ഞ് പ്രവർത്തകർ ആ ജയത്തിൻ്റെ തിളക്കം കുറയ്ക്കുന്നു എന്നുള്ളത് പ്രകടമാണ്. അത് പോസ്റ്ററുകളിൽ പെയിൻ്റ് അടിക്കുക, പോസ്റ്ററുകളിൽ തുപ്പുക, അതിലെ മുഖങ്ങൾ വെട്ടിയെടുക്കുക, ഇനി ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സുകൾ ചേർത്ത് വെച്ച് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക, അങ്ങനെ വലിയ തോതിൽ ആ കോൺഗ്രസിൻ്റെ മിന്നുന്ന ജയത്തിൻ്റെ തിളക്കത്തെ വല്ലാത്ത തോതിൽ ഇടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിലക്കുണ്ട് KPCCയുടെ കൃത്യമായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ പ്രവർത്തകർ അവരവരുടെ പക്ഷത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. ഈ യുദ്ധത്തിൻ്റെ ഒക്കെ സാഹചര്യം നോക്കുമ്പോൾ അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും? ഇന്ദിരാഭവൻ ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതോ അവർക്ക് അനുകൂലമായി പ്രകടനം നടത്തുന്നതിലോ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഉള്ള കാലം മുതൽ പല ഗ്രൂപ്പുകളുണ്ട്, പല ചേരികളുണ്ട്. ചേരിതിരിഞ്ഞുള്ള മുദ്രാവാക്യം വിളികൾ ഈ പാർട്ടിയിൽ പതിവുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഭാഗത്തെ തങ്ങളുടെ നേതാവിനെ ഉയർത്തിക്കാണിക്കുന്നതിനായി മറുഭാഗത്തെ ഇകഴ്ത്താനായി ബോധപൂർവ്വം നടത്തുന്ന നീക്കങ്ങളാണ് പലപ്പോഴും പരിധി വിടുന്ന തരത്തിലേക്ക് മാറിയത്. അങ്ങനെയൊന്നാണ് ഇന്നലെ തലസ്ഥാനത്തുണ്ടായത്. ഉമ്മൻചാണ്ടിക്കൊപ്പം KC വേണുഗോപാൽ നിൽക്കുന്ന ഒരു ഫ്ലക്സ് സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിന് സമീപത്തുണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾ നോക്കി നിൽക്കെ അതിനു മുകളിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് KC വേണുഗോപാലിന്റെ ചിത്രം, ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള ചിത്രം കീറിയെറിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് ഇത് മറ്റൊരു തരത്തിലേക്ക് മാറിയത്. അത്രയും നേരം സംയമനം പാലിച്ചിരുന്ന A ഗ്രൂപ്പ് പ്രവർത്തകർ, നേതാക്കൾ അവർ ഇന്നലെ വൈകിട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സെക്രട്ടേറിയറ്റിന് അടുത്ത് തന്നെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വീണ്ടും ഫ്ലക്സുകൾ ഉയർത്തിയിരിക്കുകയാണ്. അതോടൊപ്പമാണ് അലോഷ്യ സേവ്യർ അടക്കം സമൂഹ മാധ്യമത്തിലൂടെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അത് വേണ്ട, ആ കളി തീക്കളിയാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. A ഗ്രൂപ്പിന്റെ മറ്റ് യുവ നേതാക്കളടക്കം സമാനമായ തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവെക്കുന്നുമുണ്ട്. അതായത് ഇത് ഒരു തെരുവ് യുദ്ധത്തിലേക്ക്, പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കം ഒരു തെരുവ് യുദ്ധത്തിലേക്ക് മാറുന്ന പ്രതീതി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധികൾ. എന്തായാലും മുരളീധരൻ പറഞ്ഞതാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത്
നിന്ന് ഉണ്ടാകുന്ന ഒരു സമീപനം, ഏറ്റവും അധികം ഫ്ലെക്സുകൾ വെക്കുന്നതാരോ ഏറ്റവും അധികം പ്രകടനങ്ങൾ നടത്തുന്നതാരോ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം എന്നല്ല ഹൈക്കമാൻഡ് തീരുമാനിക്കുക. അത് പാർട്ടിയുടെ കൃത്യമായ ചിട്ടവട്ടവും കീഴ്വഴക്കവും അനുസരിച്ചുള്ള ഒരു പ്രോസസ്സാണ്. അതിന്റെ പ്രാഥമിക നടപടിയാണ് പൂർത്തിയായിരിക്കുന്നത്. അത് പൂർത്തിയായി ആ റിപ്പോർട്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് സമർപ്പിക്കുന്നതിനിടയിലുണ്ടായ അസാധാരണമായ ഈ സംഭവങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇങ്ങനെ പ്രകോപനപരമായി ഇടപെടൽ നടത്തിയവർക്കെതിരെ KPCC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിക്ക് നടപടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും. അങ്ങനെ നടപടിയെടുത്താൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മറുവിഭാഗം രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടാകും. ഇങ്ങനെ കൊണ്ടും കൊടുത്തും വേറൊരു തരത്തിലേക്ക് പോവുകയാണ്. VD സതീശന്റെ ഫ്ലെക്സിൽ തുപ്പുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധം മാറുന്നു. ഒരു വശത്ത് VD സതീശന്റെ ചിത്രങ്ങൾ മറച്ചുകൊണ്ട് അതിനു മുകളിൽ മറ്റു നേതാക്കളുടെ ചിത്രങ്ങൾ സ്ഥാപിക്കുന്ന നടപടികൾ അതൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഇത് നേതാക്കൾക്കിടയിൽ ഉണ്ടായ ഈ ഭിന്നത, അഭിപ്രായ വ്യത്യാസം അത് അണികൾ കൂടി ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ കോൺഗ്രസിലെ പഴയ ഗ്രൂപ്പ് പോര് തിരികെ വരികയാണോ? ബദ്ധവൈരികൾ എന്ന പോലെ നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടുന്ന അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് ക്യാമ്പ് എത്തുകയാണോ എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതിനിടയിലാണ് ഈ 102 സീറ്റ് നേടിയതിന്റെ തിളക്കവുമായി അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന പാർട്ടിക്ക്, മുന്നണിക്ക് മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സാങ്കേതികമായി MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിന് അനുകൂലമാകുമ്പോൾ ഇതൊരു കൂട്ടുകക്ഷി മുന്നണിയായതിനാൽ അവിടെ ഘടകകക്ഷികൾ അടക്കുന്ന നിലപാടടക്കം നിർണായകമായി മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ MLA-മാരുടെ മാത്രം പിന്തുണ വെച്ചുകൊണ്ട് KC വേണുഗോപാലിന് ഡൽഹിയിൽ നിന്ന് കേരള മുഖ്യമന്ത്രിയായി പറന്നിറങ്ങാൻ കഴിയും എന്ന ഒരു ഏറ്റവും സങ്കീർണമായ ചോദ്യം ഉയരുന്നത് അവിടെയാണ്. ആ സാഹചര്യത്തിൽ പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയും. ഇതിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആർക്കൊപ്പം നിലപാടെടുക്കും എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. റൈറ്റ്, ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞാനത് കിരൺ, ഈ പോസ്റ്റർ യുദ്ധം അത് കേരളത്തിൽ ഒതുങ്ങുന്നില്ല എന്ന് തോന്നുന്നു. ഡൽഹിയിലും അവിടെ ഡൽഹി കേരള ഹൗസിന്റെ മുന്നിൽ പോലും ഫ്ലെക്സുകൾ പ്രകടമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെ ഉറ്റുനോക്കുന്നുണ്ടാകുമല്ലോ അല്ലേ AICC നേതൃത്വം? എൽദോ അതിനിടയിൽ ഒരു ചെറിയ വിവരം കൂടി പറഞ്ഞോട്ടെ. ഈ കെ മുരളീധരന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ. കെ മുരളീധരൻ പൊതുവെ ഇതിനെല്ലാം എതിരായിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നത് VD സതീശൻ മുന്നോട്ട് വെക്കുന്ന നിലപാട് എന്താണ്, ആ നിലപാട് കൂടിയാണ് പരോക്ഷമായി കെ മുരളീധരൻ ആവർത്തിക്കുന്നത്. ഇത് MLA-മാരുടെ ഭൂരിപക്ഷം മാത്രമല്ല, ഇത് പൊതുജനങ്ങളുടെ വികാരം പരിഗണിക്കണം, അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം പരിഗണിക്കണം, എല്ലാവരുടെയും കൂടി മുഖ്യമന്ത്രിയാണല്ലോ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വാദമാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ VD സതീശൻ പക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. VD സതീശനും ഇതേ വാദം തന്നെ ആയിരിക്കും ഹൈക്കമാൻഡ് മുന്നിൽ ഉന്നയിക്കുക. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കെ മുരളീധരൻ പരസ്യപ്പെടുത്തിയത് എന്ന് കൂടി പറയേണ്ടി വരും. എന്തായാലും ഫ്ലെക്സുകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ തുടക്കകാലം മുതൽ തന്നെ ഇവർ വന്ന സമയം മുതൽ തന്നെ ഫ്ലെക്സുകളൊക്കെ ഉണ്ട്. ഡൽഹിയിൽ സ്വാഭാവികമാണ് ഇങ്ങനെ എല്ലാ സംസ്ഥാനത്തും വരുന്ന നേതാക്കൾക്ക്, സ്വന്തം നേതാക്കൾക്ക്, ഡൽഹിയിൽ നിൽക്കുന്ന മലയാളി കോൺഗ്രസ്സുകാരിൽ ബഹുഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു നേതാവിനെ, പണ്ടും അങ്ങനെയാണ്, ഉമ്മൻചാണ്ടി വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പക്ഷക്കാരായ കുറേ പേർ, രമേശ് വരുമ്പോൾ രമേശിൻ്റെ പക്ഷക്കാരായ കുറേ ആളുകൾ, അങ്ങനെ ഉമ്മൻചാണ്ടി രമേശിൻ്റെ പക്ഷക്കാർ, അതിനു മുമ്പ് കരുണാകരൻ്റെ പക്ഷക്കാർ, അങ്ങനെ ഓരോരുത്തരുടെ, ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പക്ഷക്കാരും VD സതീശൻ്റെയും ചെന്നിത്തലയുടെ പക്ഷക്കാരും എല്ലാം ഉണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഇതൊന്നും കൊണ്ട് മുരളീധരൻ പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ടോ? ഇങ്ങനെ ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തെരുവിൽ പ്രകടനം നടത്തിയതുകൊണ്ടോ ഹൈക്കമാൻഡ് തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല, അല്ലെങ്കിൽ അത് അവർ പരിഗണിക്കില്ല എന്നത് കോൺഗ്രസിന്റെ ഇക്കാലം അത്രയും ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായതാണ് ആന്ധ്രാപ്രദേശിൽ ഈ തരത്തിലേക്ക് വലിയ ജനങ്ങളെ അണിനിരത്തി വലിയ സമ്മർദ്ദത്തിനൊക്കെ ജഗൻമോഹൻ റെഡ്ഡി ഒരുങ്ങിയതാണ്. അന്ന് ജഗൻമോഹൻ റെഡ്ഡിയും അദ്ദേഹത്തിന്റെ അമ്മയും കാണാൻ പോലും സോണിയാഗാന്ധി തയ്യാറായില്ല. പിന്നീട് ആന്ധ്രാപ്രദേശിൽ നിന്ന് കോൺഗ്രസ് തകർന്നു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി. അത് മറ്റു കാര്യം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു പൊതു രീതി ഇങ്ങനെയാണ്. എല്ലാ കാലത്തും അവർ സമ്മർദ്ദങ്ങൾ എവിടെ നിന്നെങ്കിലും വന്നാൽ ആ സമ്മർദ്ദത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനങ്ങൾ എടുക്കില്ല. അപ്പോൾ കർണാടകയിലാണെങ്കിൽ DK ശിവകുമാർ വലിയ സമ്മർദ്ദം, DK ശിവകുമാർ വിചാരിച്ചാൽ കർണാടകയിൽ വലിയ റാലികൾ തന്നെ വേണമെങ്കിൽ ഒരു ദിവസം തന്നെ തീരുമാനത്തിൽ നടത്താനുള്ള ശേഷിയുള്ള നേതാവൊക്കെയാണ്. പക്ഷേ ആ സമ്മർദ്ദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അവർ പരിഗണിക്കുന്നത് മറ്റ് താല്പര്യങ്ങൾ തന്നെയാവും. MLA-മാരുടെ താല്പര്യവും പാർട്ടിയുടെ പൊതുവായ താല്പര്യവും മുന്നണിയുടെ താല്പര്യവും അത്തരം താല്പര്യങ്ങളൊക്കെ സ്വാഭാവികമായും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആദ്യ റൗണ്ടിൽ ഈ നേതാക്കളെല്ലാം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഞാൻ മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്തേക്ക് അടക്കമില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥാനത്തേക്കുമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാവും രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും നിൽക്കാൻ പോകുക. അതിനുശേഷമാവും പിന്നീട് അടുത്ത റൗണ്ട് ചർച്ചകളൊക്കെ നടക്കുക. ആ ചർച്ചകൾ മാത്രമാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ചർച്ചകൾ അത് നടക്കട്ടെ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ, അത് കറുത്ത പുകയാണോ വെള്ളപ്പുകയാണോ ഡൽഹിയിൽ നിന്ന് ഉയരുന്നത് എന്ന് കാത്തിരിക്കുകയാണ് കോൺഗ്രസ്
പ്രവർത്തകർ. ഡാൻ, ഒറ്റയ്ക്കൊരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാണ് എന്ന് പറഞ്ഞല്ലോ, ഇതിനിടയിലാണല്ലോ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ. അതായത് പ്രിയങ്ക ഗാന്ധിയുമായി ഇപ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നത് മുസ്ലിം ലീഗ് വോട്ടർമാരാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് നേടിയാണ് പ്രിയങ്ക ഇപ്പോൾ ലോക്സഭയിലിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയും. ആ ഒരു സാഹചര്യം ഉള്ളപ്പോൾ പ്രിയങ്കയുമായി ലീഗ് നേതൃത്വം സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ? അത് വളരെ നിർണായകമായിട്ടുള്ള നീക്കമല്ലേ? ഘടകകക്ഷികളുടെ താല്പര്യം, പ്രധാനപ്പെട്ട പാർട്ടിയാണ് UDF ലീഗ്. 75 സീറ്റുകളുമായിട്ടായിരുന്നു UDF അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ ലീഗ് എടുക്കുന്ന ആ നിലപാട് എപ്പോഴും നിർണായകമായി മാറുമായിരുന്നു. ഒരുപക്ഷെ ലീഗ് തീരുമാനിക്കുന്നയാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ലീഗിന്റെ പിന്തുണ ഇല്ലെങ്കിലും മറ്റ് ചെറുകക്ഷികളെ ഒപ്പം ചേർത്തുകൊണ്ട് UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയും. 63 സീറ്റുകൾ കോൺഗ്രസിന് മാത്രമായി ഉണ്ട്. കേവല ഭൂരിപക്ഷമായ 71ലേക്ക് അധികമായി 8 സീറ്റുകൾ മാത്രം മതി. അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ 7 സീറ്റുകളും അതോടൊപ്പം തന്നെ RSPയുടെ സീറ്റുകളും ഇത് KK രമ അടക്കമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ലീഗിന്റെ പിന്തുണയില്ലാതെ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വലിയൊരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ആ അഭിപ്രായത്തോട് ഹൈക്കമാൻഡിന് എങ്ങനെ ഒരു അനുകൂല തീരുമാനമെടുക്കാൻ കഴിയും എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. നമുക്കറിയാം KC വേണുഗോപാലിന്റെ അടുത്ത വിശ്വസ്തനായ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല, കോൺഗ്രസ് ലീഗിന്റെ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനും ഇടപെടാറില്ല. അങ്ങനെ ഒരു സാമാന്യ മര്യാദ തിരിച്ചും പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. അതിൽ ലീഗ് അധിക ഇടപെടൽ നടത്തേണ്ടതില്ല എന്ന തരത്തിൽ മാത്യു കുഴൽനാടൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വലിയ തരത്തിൽ പ്രതിഷേധവുമായി ലീഗിന്റെ അണികൾ സൈബറിടങ്ങളിലടക്കം രംഗത്ത് വരികയും മാത്യു കുഴൽനാടനെതിരെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ മൂവാറ്റുപുഴയിലടക്കം പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ലീഗിനെ ഹൈക്കമാൻഡിന്റെ നിലപാട് ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അറിയിക്കും. അതിനോട് ലീഗ് പിന്നീട് എന്ത് പ്രതികരണമായിരിക്കും നടത്തുക എന്നതായിരിക്കും ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഇനി നിർണായകമായി മാറുക. റൈറ്റ്. എന്നാലും കിരൺ ബാബുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. തൊട്ട് മുമ്പാണ് കേരള ഹൗസിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്തുന്ന ദൃശ്യങ്ങളാണ് ആദ്യം പ്രേക്ഷകർ കണ്ടത്. ഡാൻ ലൈവ് നൽകിയപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. കിരൺ, ചെന്നിത്തല എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും പ്രതികരിച്ചോ മാധ്യമങ്ങളോട്? അദ്ദേഹം ഒന്നും തന്നെ പ്രതികരിച്ചില്ല. അദ്ദേഹം അങ്ങനെ ഒരു നിലപാടിൽ തന്നെ ഇന്നലെ മുതൽ തന്നെ നിൽക്കുകയായിരുന്നു. ഈ ചർച്ചയ്ക്ക് മുമ്പ് അത്തരമൊരു പ്രതികരണം വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അത് VD സതീശനും അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ചർച്ച നടത്തുന്നതിന് മുമ്പ് ഹൈക്കമാൻഡ് പ്രതികളുമായി ആദ്യം അഭിപ്രായം അറിയിക്കുക, ഹൈക്കമാൻഡ് അഭിപ്രായം അറിയുക. അതിനുശേഷം ആവശ്യമെങ്കിൽ അവിടെ നിന്നുള്ള പ്രതികരണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവും ഇവരുടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടാവുക. കാരണം ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇനി ഒരു സമ്മർദ്ദത്തിലേക്ക് നേരിട്ട് നേതാക്കൾ ഇനിയിപ്പോൾ പ്രകടനം നടത്തിയതോ അല്ലെങ്കിൽ ഫ്ലെക്സ് വെച്ചതോ ഒക്കെ ഇവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്നത് കൃത്യമായി പറയാം. പക്ഷേ രമേശ് ചെന്നിത്തല അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി എവിടെയെങ്കിലും ഫ്ലെക്സ് ഒപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകടനം നടത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇത്ര കാലവും അത്ര കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹം അത് കൃത്യമായി ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെക്സ് വെക്കുകയും ഒക്കെ വന്നത് അത് ഹൈക്കമാൻഡ് തന്നെ ഭാഗമായ VD സതീശൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും ഭാഗത്തു നിന്നാണ്. ഹൈക്കമാൻഡ് ഭാഗമായി ഉദ്ദേശിച്ചത് KC വേണുഗോപാലിനെയാണ്. അത് അവർക്ക് വേണമെങ്കിൽ ഒഴിയാം, ഞങ്ങളല്ല പ്രവർത്തകർ വെച്ച ഫ്ലെക്സാണ് അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ഇവിടെ ഒരു പ്രതികരണം നടത്തിയാൽ ആ പ്രതികരണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വാക്കെങ്കിലും മറിഞ്ഞുപോയാൽ അത് സ്വാഭാവികമായും ഇവർക്ക് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. ആ ജാഗ്രതയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് മുന്നിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ല കുട്ടി ചമയൽ. ആ ഒരു ജാഗ്രത തന്നെയാണ് VD സതീശനായാലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയായാലും അവരെല്ലാവരും കാണിക്കുന്നത്. അവിടെ ഒരു സമ്മർദ്ദത്തിന് ഞങ്ങളില്ല, ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാൻ നിൽക്കുകയാണ്, ഞങ്ങളുടെ അവകാശവാദങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ അവകാശവാദം നമ്മൾ നേരത്തെ പറഞ്ഞു, അവകാശവാദങ്ങൾ പ്രധാനമായി ഇവർ ഉന്നയിക്കുക മുഖ്യമന്ത്രി സ്ഥാനത്തേക്കല്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ ഈ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള നിലപാട് തന്നെയാവും ഈ രണ്ടുപേരും. ആ തുടക്കത്തിൽ KC വേണുഗോപാലിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തില്ലെങ്കിൽ മന്ത്രിസഭ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രിമാരായിരിക്കാൻ ഇവരാരും ഇല്ല എന്നുള്ള നിലപാടാവും ചർച്ചയുടെ തുടക്കത്തിലുണ്ടാവുക. അതിനുശേഷമാവും അക്കാര്യത്തിൽ ഏതെങ്കിലും മാറ്റം വരുന്നെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടലനുസരിച്ചായിരിക്കും മാറ്റം ഉണ്ടാവുക. റൈറ്റ്. കിരൺ ബാബു കേരള ഹൗസിന് മുന്നിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വരാനുണ്ട്, ഒരുപാട് അപ്ഡേറ്റുകൾ വരാനുണ്ട്. കൂടിക്കാഴ്ച എപ്പോഴുണ്ടാകുമെന്നൊക്കെയാണ് ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത്. കിരണും ഡാൻ കുര്യനും വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ. മുഖ്യമന്ത്രി പോരിൽ VD സതീശന്റെ മംഗലാപുരം യാത്ര ആയുധമാക്കി എതിർപക്ഷം. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടുമുൻപ് സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തെത്തിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് വാദം.
കോഴിക്കോട് DCC ഓഫീസിന് സമീപത്താണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. VD സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യബന്ധമോ എന്നും ഈ ഫ്ലെക്സിൽ ചോദ്യമുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകും. അനീഷ്, കൊടുമ്പിരി കൊണ്ട പോര് നടക്കുകയാണ് ആ കസേരയ്ക്ക് വേണ്ടി. അതിനിടയിലാണ് ഇത്തരമൊരു ഫ്ലെക്സും മാത്രമല്ല ചില ദൃശ്യങ്ങളും പുറത്തു വരുന്നതായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫ്ലെക്സിന് പിന്നിലെ സാഹചര്യം? എന്താണ് കഥ? എൽദോ, ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോര് മറ്റ് തലങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ VD സതീശനെതിരെ കോഴിക്കോട് നഗരത്തിൽ ഉയർന്നിരിക്കുന്ന ഫ്ലെക്സ് ബോർഡ് വ്യക്തമാക്കുന്നത്. ഇന്നലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അനുകൂല പ്രകടനങ്ങൾ നടന്നു, സതീശന് അനുകൂലമായി. അതിന് തൊട്ടു പിന്നാലെയാണ് VD സതീശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ആരോപണ മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ MP-മാരിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ എല്ലാവരും തന്നെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നവരാണ്. ഒരു ടീമായി VD സതീശനൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഷാഫി പറമ്പിൽ MP പോലുള്ളവരും ഇപ്പോൾ KC വേണുഗോപാലിനൊപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ചയും കാണാനുണ്ട്. ഇതിനിടയിലാണ് പരസ്പരം തെരുവിലേക്ക് പോരുന്നെങ്കിലും അതിനുള്ള ഒരു മറുപടി എന്ന രീതിയിൽ ഇപ്പോൾ സതീശനെതിരായി ഫ്ലെക്സ് ബോർഡ് വന്നിരിക്കുന്നത്. ഇതിൽ സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യ ബന്ധമുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ ആൽവയുമായി VD സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ പോയി നടത്തിയ കൂടിക്കാഴ്ച എന്തിനെന്ന ചോദ്യം. അതായത് സതീശന്റെ PR വേലയ്ക്ക് ഫണ്ട് നൽകിയത് അദാനി ഗ്രൂപ്പാണോ, ജമാഅത്തെ ഇസ്ലാമിയോ SDP ആണോ ഇത്തരത്തിൽ പണം നൽകിയത് എന്ന ഒരു ആരോപണമാണ്. നേരത്തെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗൊക്കെ VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന ആവശ്യവുമായി മുന്നോട്ടെത്തിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആർക്കാണ് ഈ PR വേല നൽകിയിരിക്കുന്നതെന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനിയും കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയാൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ പോലും ഒരുപക്ഷെ VD സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ കയറുമ്പോൾ ആദ്യം ഉയർന്നു വരാൻ പോകുന്ന ഏറ്റവും പ്രധാനമായ ആരോപണം അല്ലെങ്കിൽ സതീശനെ CPM അടക്കം വേട്ടയാടാൻ പോകുന്നൊരു ആരോപണം ഇത് തന്നെയാണ് എന്ന് നമുക്കിതിൽ നിന്നും വ്യക്തമാണ്. ഒപ്പം VD സതീശൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കാനുള്ള ഒരു പൊതുബോധം രൂപപ്പെടാനുള്ള ഒരു കാര്യം കൂടിയായി ഈ അദാനി ഭാരവാഹികളുമായി അല്ലെങ്കിൽ അദാനി നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ച തന്നെയാണ്. ഒരു NDAയുടെ നേതാവാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത്. അദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു താനും. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഒരു ചർച്ചാ വിഷയമായി അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിടാൻ തന്നെയാണ് തീരുമാനം. ഇനി വരും ദിനങ്ങളിൽ എന്തൊക്കെ ആയുധങ്ങൾ മൂർച്ചകൂട്ടി പുറത്തേക്ക് ഇറക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും കേവലം ഒരു ഫ്ലെക്സ് ബോർഡിൽ ഈ വിവാദം ഒതുങ്ങില്ല. VD സതീശൻ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം നേരിടേണ്ടി വരുന്ന ആദ്യ ആരോപണവും മറുപടി പറയേണ്ടി വരുന്ന ആദ്യ ചോദ്യവും ഇതുതന്നെയായിരിക്കും. എൽദോ, എന്താണെങ്കിലും VD സതീശന് എതിരെയാണ് പോസ്റ്റർ വന്നിരിക്കുന്നത്. അവിടെ അദാനി ബന്ധം ആരോപിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചില ദൃശ്യങ്ങളും പ്രചരിക്കുന്നത്. നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് ഇന്നും സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനാണ് സാധ്യത. ഇന്നലെ VD സതീശനെ അനുകൂലിച്ച് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പ്രകടനം നടന്നു. ഫ്ലെക്സും കട്ടൗട്ടും ഒക്കെയായിട്ടാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോര് കോൺഗ്രസിൽ കടുക്കുന്നത്. VD സതീശനെ അനുകൂലിച്ച് എറണാകുളത്ത് കൂറ്റൻ ഹോർഡിംഗ് വന്നിട്ടുണ്ട്. നയിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാം എന്നുള്ളതാണ്. VD സതീശനല്ലാതെ മറ്റാര് എന്നൊക്കെയാണ് ആ വാചകങ്ങൾ ഹോർഡിങ്ങിലുള്ളത്. ദേശീയപാതയിൽ കളമശ്ശേരി TVS കവലയിലാണ് ഹോൾഡിംഗ്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, ഞങ്ങൾ നേരത്തെ സംസാരിക്കുകയായിരുന്നു പോസ്റ്റർ യുദ്ധത്തെ പറ്റി. എന്നാണെങ്കിലും ഇന്ന് കൂടുതൽ ഫ്ലെക്സുകൾക്കുള്ള സാധ്യതയുണ്ടോ? നയിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാമെന്നുള്ള വലിയ ഹോർഡിംഗ് ലൈറ്റൊക്കെ ഇട്ട് വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു VD അനുകൂല പക്ഷക്കാർ. എറണാകുളം ജില്ല VDക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളതാണോ? എൽദോ, ഇതൊരു അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് യുദ്ധം. കാരണം ഇന്ന് ഇപ്പോൾ 2-1 അറിയാമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ അരങ്ങും അണിയറിയുമെല്ലാം ഒരേപോലെ വാശിയിൽ പോരാട്ടം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് VD സതീശന് വേണ്ടി വലിയ രീതിയിലേക്ക് തെരുവുകൾ പ്രകടനം നടന്നു. ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് പോസ്റ്റർ യുദ്ധം, അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റർ, ഇത് ആരും ഒട്ടും കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ VD സതീശന് വേണ്ടിയായിരിക്കും തെരുവുകളിൽ കൂടുതൽ പ്രകടനങ്ങൾ ഒരു പ്രത്യക്ഷമായിട്ട് നടക്കുകയും ചെയ്തത്. ഇന്നലെ VD സതീശൻ തന്നെ അത്
അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു ഇതിൽ ഇനി ഇതുപോലെ പ്രകടനങ്ങളിലേക്ക് ആരും മുതിരരുത്. കാരണം വലിയൊരു വിജയം കോൺഗ്രസ് സംസ്ഥാനത്ത് നേടി അതിൻ്റെ ഒരു മഹിമ കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അതിലേക്ക് ആരും തന്നെ തിരിയരുത്, ആർക്കു വേണ്ടിയും പ്രകടനങ്ങൾ നടത്തരുത് എന്നതെല്ലാം തന്നെ അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ കാര്യമുണ്ടായില്ല. വൈകുന്നേരം പലയിടങ്ങളിലും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശന് വേണ്ടി പ്രകടനങ്ങൾ നടന്നു. ഫ്ലെക്സുകൾ ഉയരുന്നു, ബാനറുകൾ ഉയരുന്നു. ആ രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ മറുഭാഗത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കെ.സി. വേണുഗോപാലിന് വേണ്ടി, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും എല്ലാം തന്നെയും ഫ്ലെക്സുകളും ബാനറുകളും ഉയരുന്നുണ്ട്. ഒരു പ്രത്യക്ഷ പ്രകടനം എന്ന രീതിയിലേക്ക് കെ.സിക്കും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടി തെരുവിലേക്ക് പ്രവർത്തകർ ഇറങ്ങുന്നില്ല. അത് വി.ഡി. സതീശന് വേണ്ടിയാണ് കൂടുതലും വരികയും ചെയ്യുന്നത്. എന്തായാലും ഇതെല്ലാം ഈ 3 പേരുടെയും പോരാട്ടം ഒരു അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ ഇന്നും ഇതെല്ലാം തന്നെ സംഭവിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. 3 പേർക്ക് വേണ്ടിയും പ്രവർത്തകർ അവരുടെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് പടനയിച്ചവൻ എന്നൊരു വിശേഷണം വി.ഡി. സതീശന് അനുകൂലമായിട്ട് ഉയർത്തുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്കല്ല, ഇതൊരു കൂട്ടമായ നേടിയ വിജയം തന്നെയാണ് ഇത്. അതിൽ ഒരാൾക്ക് ഒരു പങ്ക് അവകാശപ്പെടാൻ, വലിയ പങ്ക് അവകാശപ്പെടാനില്ല, എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നതെല്ലാം തന്നെ കെ.സി. പക്ഷോ അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല വിഭാഗവും എല്ലാം തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് പൊതുവിലുള്ള ഈ ബാനറുകളുടെയും അതോടൊപ്പം തന്നെയുള്ള ഈ കട്ടൗട്ടുകളുടെ എല്ലാം തന്നെയും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു ഫൈനൽ റൗണ്ടാണ്. ഇതൊരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പൊതുവിലും പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് ആരുടെ വിജയമായിരിക്കും, എന്തായാലും അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതും നമുക്ക് ഒരുപക്ഷെ തെരുവിൽ തന്നെയായിരിക്കും അതും കാണേണ്ടി വരിക. റൈറ്റ്, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരത്ത് വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള പ്രകടനത്തിന് നേതൃത്വം നൽകിയ DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത നടപടിക്ക് KPCCയുടെ നിർദ്ദേശം. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി K.C. വേണുഗോപാലിന്റെ ചിത്രങ്ങളിൽ കരിയോയിലൊഴിച്ച് വലിച്ചു കീറിയ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഹൈക്കമാൻഡ്. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പാർട്ടി ഭാരവാഹികൾക്കെതിരെ നടപടിക്കുള്ള നിർദ്ദേശം. KPCC ഓഫീസിന്റെ ചുമതലയുള്ള സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയോട് പ്രതിഷേധങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് തേടി എന്നാണ് വിവരം. തിരികെ എത്താൻ നമ്മൾ തമിഴ്നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിലും നിർണായകമായിട്ടുള്ള ദിവസമാണ്. അനുമോദ് ചേരും ചെന്നൈയിൽ നിന്ന്. ഇടവേളയ്ക്ക് ശേഷം 9 മണി വാർത്ത തുടരുകയാണ്. തമിഴ്നാട്ടിൽ വിജയയുടെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം തുടരുന്നു. തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് VCK അറിയിക്കുന്നത്. AMMKയുടെ പിന്തുണയിലും വിവാദം പുകയുകയാണ്. AMMK വിജയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി TTV ദിനകരൻ വ്യക്തമാക്കി. അതേസമയം MLA കാമരാജ് വിജയെ പിന്തുണയ്ക്കുന്ന കത്തിൽ ഒപ്പിടുന്ന ദൃശ്യങ്ങൾ TVK തന്നെ പുറത്തുവിട്ടു. കോൺഗ്രസ് ആകട്ടെ MLA മാരെ ഹൈദരാബാദിലേക്ക് മാറ്റുകയും ചെയ്തു. CV അനുമോദ് ചെന്നൈയിൽ നിന്ന്. അനുമോദ്, CVKയുടെ നിലപാട് നിർണായകമാണ്. എപ്പോഴത്തേക്ക് പ്രഖ്യാപനം ഉണ്ടാകും? ഇനി മറ്റൊന്നുകൂടി, അതായത് ഈ AMMKയുടെ കാര്യം, അവിടെ ഈ കാമരാജ് കൃത്യമായി ഒപ്പിട്ട് കൊടുക്കുന്ന വിഷ്വല് വിജയ് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ആ പിന്തുണ കത്ത് വ്യാജമാണ് എന്നുള്ള നിലപാടിലേക്ക് ദിനകരൻ പോകുന്നത്? എൽദോ, വലിയ നാടകീയ നീക്കങ്ങൾക്കാണ് തമിഴ് ജനത സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒറ്റകക്ഷിയായിട്ടും വിജയ്ക്ക് ഭരിക്കാൻ ഇനിയും കൂടുതൽ പിന്തുണ ആവശ്യമായ സാഹചര്യമാണ്. 2 കക്ഷികളുടെ 2 സീറ്റിൻ്റെ കുറവാണ് ഈ ഒരു അധികാരത്തിലെത്താൻ വിജയ്ക്ക് ഇനി ബാക്കിയുള്ളത്. അത് VCKയുടെ MLA മാരുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ സാധ്യമാകും. അതിലേക്കുള്ള കാത്തിരിപ്പാണ് നമ്മളുള്ളത്. ഇപ്പോൾ VCKയുടെ ചെന്നൈയിലെ ആസ്ഥാനത്താണുള്ളത്. ഇവിടെ തിരുമാവളവൻ VCKയുടെ അധ്യക്ഷൻ്റെ പ്രസ് മീറ്റ് മാധ്യമങ്ങളെ കാണുന്ന സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു പ്രസ് മീറ്റിൽ വിജയ്ക്കുള്ള പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഉപാധിരഹിതമായിട്ടാകുമോ അതോ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാകുമോ, കോമൺ മിനിമം പ്രോഗ്രാം മുന്നിൽ വെച്ചാകുമോ ഈ ഒരു പിന്തുണ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം വിജയ് നേരിട്ട് തിരുമാവളവനെ കാണാനുള്ളൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഓഫീസിന് പുറത്ത് പോലീസിൻ്റെ വലിയൊരു സന്നാഹമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു CPM-ൻ്റെ ഓഫീസിൽ വിജയ് വന്നപ്പോഴും വലിയ മുന്നൊരുക്കങ്ങളോട് നടത്തിയിരുന്നു. അപ്പോൾ ഈ പ്രസ് മീറ്റിന് ശേഷം വിജയ് ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള
ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വലിയ ഒരു പിന്തുണയാകും, വലിയൊരു സഹായമാകും വിജയെ സംബന്ധിച്ച് VCKയുടെ ഈ ഒരു പിന്തുണ ലഭിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ വിജയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ ആവശ്യമായ 118 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഈ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ വിജയ്ക്ക് എത്താനാകും. എന്തെല്ലാം കാര്യങ്ങളാണ് VCK പക്ഷേ വിജയ്ക്ക് മുമ്പിൽ വയ്ക്കുന്നത്? ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്, കോമൺ മിനിമം പ്രോഗ്രാമാണ് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്താണെങ്കിലും അതിലൊക്കെ ചില അഭ്യൂഹങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ ഇന്ന് അല്പസമയത്തിനകം നടക്കാൻ പോകുന്ന ഈ ഒരു വാർത്താ സമ്മേളനം അത് വളരെ നിർണായകമാണ്. ഇന്നലെ തന്നെ VCK ഗവർണർക്ക് വിജയ്ക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുള്ള കത്ത് ഇമെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നായിരുന്നു ഇന്നലെ വ്യക്തമാക്കിയത്. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു വാർത്താ സമ്മേളനം തന്നെയായിരിക്കും ഈ അല്പസമയത്തിനകം ഇവിടെ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് MLA-മാരുടെ പിന്തുണ ലഭിക്കുന്നതോടെ വിജയ്ക്ക് ഭരണത്തിലേറാനും സാധിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, DMK-യുടെ സഖ്യകക്ഷികളാണ് CPM-ഉം CPI-യും VCK-യും ഒക്കെ. നിലവിൽ പല കാര്യങ്ങളിലും CPM അവർ DMK തള്ളിപ്പറയുന്നുണ്ടെങ്കിലും സ്റ്റാലിൻ്റെ ഒരു അദൃശ്യ നിയന്ത്രണം വിജയുടെ മേൽ ഈ കക്ഷികളുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ ഭരണത്തിലേറിയതുകൊണ്ട് മാത്രം സുരക്ഷിതമായ ഒരു സർക്കാരിനെ കൊണ്ടു നടക്കാൻ വിജയ്ക്ക് സാധിക്കുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് തന്നെ കാര്യമാണ്. അതോടൊപ്പം രണ്ടാമതായിട്ടുള്ളത് AMMK-യുടെ പിന്തുണയെ ചൊല്ലിയുള്ള വിവാദമാണ്. ഇന്നലെ വിജയ് ഗവർണർക്ക് നൽകിയ കത്തിൽ മുസ്ലിം ലീഗിൻ്റെ 2 MLA-മാരുടെയും AMMK-യുടെ 1 MLA-യുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് TTV ദിനകരൻ ഗവർണറെ നേരിൽ കണ്ട് അങ്ങനെ AMMK-യുടെ പിന്തുണ വിജയിക്കല്ല, അത് ADMK-യുടെ നേതാവായിട്ടുള്ള എടപ്പാടിക്കാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു വിവാദം അവിടെ നിലനിൽക്കുന്നുണ്ട്. വിജയ്ക്ക് കാമരാജ്, അതായത് MKMക്കിലെ എഴുതിയ കത്തിൻ്റെ ദൃശ്യങ്ങളും TV-ക്ക് പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ കാമരാജ് തൻ്റെ രംഗത്ത് വന്ന് ഇതൊരു ഫോർജറാണ്, ഇത് വ്യാജമായി നിർമ്മിച്ചതാണെന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ TTV ദിനകരൻ ഈ ഒരു കത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച്, ഇത് വ്യാജമായി നിർമ്മിച്ച കത്താണോ, ഇതിലെന്താണ് ഗൂഢാലോചന നടന്നിട്ടുള്ളത് കണ്ടെത്തണമെന്നൊരു ആവശ്യവും ഗവർണർക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ആ വിവാദം അവിടെ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ADMK-യുടെ MLA-മാർ ചെന്നൈയിലേക്ക്, പുതുച്ചേരിയിൽ റിസോർട്ടിൽ ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് അറിയാനാകുന്നു. ADMK-യുടെ മീറ്റിംഗും ഇന്ന് ഉച്ചയോടെ ചേരുന്നുണ്ട്. ചുരുക്കത്തിൽ സംഭവബഹുലമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് വാർത്തകൾക്കാണ് നമ്മളിനി കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ അല്പസമയത്തിനകം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന VCK-യുടെ വാർത്താ സമ്മേളനം തന്നെയായിരിക്കും. വിജയ്ക്ക് ഉപാധിരഹിത പിന്തുണ പ്രഖ്യാപിക്കുമോ, അതോ കോമൺ മിനിമം പ്രോഗ്രാം എന്ന കാര്യം മുന്നിൽ വെച്ചുള്ള പിന്തുണയാകുമോ പ്രഖ്യാപിക്കുമോ, അതോ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടുള്ള പിന്തുണയാകുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് അറിയേണ്ടത്. അതിനുശേഷം വിജയ് 3 വട്ടം ഗവർണറെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ VCK-യുടെ പിന്തുണയുള്ള കത്തുകൂടി അദ്ദേഹത്തിന് ലഭിച്ചാൽ ഇന്ന് തന്നെ അദ്ദേഹം ഗവർണറെ കണ്ട് ഈ ഒരു പിന്തുണ ഉറപ്പാക്കി സത്യപ്രതിജ്ഞയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടതാണ്. എന്നാണെങ്കിലും വരും മണിക്കൂറുകൾ തമിഴ് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. ഉറപ്പായിട്ടും തമിഴ് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സമയങ്ങളാണ്. അനുമോദ്, ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ 118 എന്നുള്ള മാന്ത്രിക സംഖ്യയിലേക്ക് വിജയ്ക്കും TVKയ്ക്കും എത്താൻ കഴിയാവുന്ന പോകുമ്പോൾ പരിഗണിക്കേണ്ട ഒരു വിഷയം, അതായത് TVK എന്ന ആ പാർട്ടിയിൽ വിജയ്ക്കൊപ്പം രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരില്ല. പക്ഷേ മറുവശത്താണെങ്കിൽ കുടില നീക്കങ്ങൾ നടത്താൻ പാകത്തിനുള്ള ശേഷിയുള്ളവരാണ്. ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ, പരിചയക്കുറവ് രാഷ്ട്രീയത്തിലെങ്കിലും അത് വിജയ്ക്കും TVKയ്ക്കും ഒരു തിരിച്ചടിയാവുന്നുണ്ടോ? തീർച്ചയായും അതുതന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഈ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, വിജയ് ഒറ്റയ്ക്ക് ഈ 107 പേരുടെ പിന്തുണ അല്ലെങ്കിൽ 107 പേരുടെ ഒറ്റകക്ഷിയായിട്ടാണ് ആദ്യം ഗവർണറെ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗവർണർ അദ്ദേഹത്തെ ഈ ഒരു സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പോയത് കോൺഗ്രസിൻ്റെ 5 MLA-മാരുടെ പിന്തുണ കൂട്ടിക്കാണിച്ചാണ്, ഒറ്റകക്ഷിയായിട്ടല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ ചട്ടപ്രകാരം 118 എന്ന സംഖ്യയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുള്ള പിന്തുണ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. നേരെ മറിച്ച് ഒറ്റകക്ഷിയായിട്ട് 107 വിജയടക്കം 107 പേരുടെ ഒറ്റകക്ഷിയായിട്ടാണ് അദ്ദേഹം ഗവർണറെ സമീപിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമേ ഉണ്ടാവില്ലായിരുന്നു. നേരത്തെ മഹാരാഷ്ട്രയിലും ഗോവയിലൊക്കെ കണ്ടതുപോലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ ക്ഷണിക്കുവാൻ ഗവർണറും തയ്യാറായേനെ. പക്ഷേ അത്തരത്തിലൊരു നീക്കമല്ല വിജയുടെ ഭാഗത്തുണ്ടായത്. അത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയത്തിലൊരു പരിചയക്കുറവ്
പരിചയക്കുറവ് തന്നെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നവർ, അദ്ദേഹത്തെ ഉപദേശിക്കുന്നവരുടെ ഭാഗത്ത് വന്ന ഒരു പിഴവായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരു പിഴവായിട്ട് തന്നെ വേണം കാണുവാൻ. ഈ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു നേരത്തെ. പാർട്ടിയിൽ തന്നെ മുതിർന്ന നേതാവ് ശങ്കുടയനെ പോലുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ വിജയോട് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല തരത്തിലുള്ള വാർത്തകളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പിഴവിന്, അതായത് കോൺഗ്രസിനെ കൂടാതെ ഒറ്റയ്ക്ക് ഗവർണറെ സമീപിക്കാനുള്ള തീരുമാനം വിജയ് എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനകം തന്നെ വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയ് കോൺഗ്രസിന്റെ മാത്രം പിന്തുണയായിട്ട് 112 സീറ്റുമായി ചെന്നപ്പോഴാണ് 118 എന്ന സംഖ്യയിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം സർക്കാർ 118 പേർ വേണം എന്നുള്ള നിർദ്ദേശം ഗവർണറുടെ ഭാഗത്ത് വന്നത്. അത് ആ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും വിജയുടെ ഭാഗത്ത് വന്ന ഈ ഒരു പരിചയക്കുറവിനെ തുടർന്നുണ്ടായ നീക്കമാണ്, അല്ലെങ്കിൽ ഒരു പിഴവാണ് എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. എന്തോ അനുമോദ് പറഞ്ഞതുപോലെ ഇൻഎക്സ്പീരിയൻസ് വലിയ ഘടകമാണ് വിജയെ സംബന്ധിച്ച്. ഇനി ഭരണത്തിലേറിയാൽ പോലും വിജയ്ക്ക് ഒരു സിനിമയിൽ കാണുന്ന സീനുകൾക്കപ്പുറത്തേക്ക് എങ്ങനെ ഒരു സംസ്ഥാനത്തെ ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം അതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയും വരും. പശ്ചിമ ബംഗാളിന്റെ ആദ്യ BJP മുഖ്യമന്ത്രിയെ സുവേന്ദു അധികാരി 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലാണ് സത്യപ്രതിജ്ഞ. വിനോദ്, ആദ്യമായി അങ്ങനെ ബംഗാളിൽ BJPയുടെ അധികാരി വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് സത്യപ്രതിജ്ഞ? അഭിലാഷ്, 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ചരിത്രത്തിൽ ആദ്യമായാണ് BJP പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്തുന്നത്. ഒരുപക്ഷെ BJP അധികാരത്തിലെത്തുമോ എന്ന് പോലുമുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തുമോ എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നു, രാഷ്ട്രീയമായ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി 209 സീറ്റ് എന്ന വലിയ സംഖ്യ നേടിക്കൊണ്ട് പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തുന്നത്. ഇന്ന് 11 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതോടൊപ്പം തന്നെ RG-കർ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാവ് രത്ന ദേബ്നാഥ്, ഭാരത് സേവാശ്രമത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഉൽപ്പൽ മഹാരാജ് എന്നിവരൊക്കെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും എന്ന സൂചനകൾ കൂടി വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പേര് മാത്രമേ ഉയർന്നുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ എന്നിവർ പ്രധാന വകുപ്പുകളിലേക്ക് എത്തും എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. നിസിത് പ്രമാണിക്, അർജുൻ സിംഗ്, രൂപ ഗാംഗുലി തുടങ്ങി മുതിർന്ന നേതാക്കളുണ്ട് BJPയുടെ. ഇവരെല്ലാം തന്നെ മന്ത്രിസഭയിലേക്ക് എത്തും എന്ന സാധ്യതകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് SIR വന്നതുമായി ബന്ധപ്പെട്ട് അവിടെ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടത്, ഏതാണ്ട് 90 ലക്ഷം വോട്ടുകളാണ് ഒഴിവാക്കപ്പെട്ടത്. ഇത് BJPക്ക് ജയിക്കാൻ വേണ്ടിയുള്ള വളഞ്ഞ വഴിയാണെന്ന ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചത്. ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസും ഒക്കെ പോരടിച്ചു നിന്നെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ തൃണമൂൽ പുറത്തേക്ക് പോകുന്നു എന്നൊരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഉൾപ്പെടെയുള്ളവർ മമതാ ബാനർജിക്ക് പിന്തുണ നൽകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അവർ പറയുന്നത് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടന്നത് ഒരു സൂചന മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ BJP ഇതേ തന്ത്രം പ്രയോഗിക്കും, വോട്ടുകൾ ഇല്ലാതാക്കും. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലെത്താനുള്ള നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന രാഷ്ട്രീയ ആരോപണം കൂടി അതിശക്തമായി ഉയർന്നു വരുമ്പോഴാണ് 294 അംഗബലമുള്ള സഭയിലേക്ക് 209 സീറ്റെന്ന വലിയ സംഖ്യ നേടിക്കൊണ്ട് BJP അധികാരത്തിലേക്ക് എത്തുന്നത്. എന്തോ ശരി, വിനോദാണ്. ബംഗാളിൽ ഇന്ന് BJP സർക്കാർ അധികാരത്തിലെത്തും. ഇടവേള. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷിത യാത്രയ്ക്കായി പ്രൊജക്ട് ഫ്രീഡം ആരംഭിക്കുമെന്ന് അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപനം നടത്തിയത്. ഇതുവഴി വാണിജ്യ കപ്പലുകളെ ഹോർമുസ് കടക്കാൻ US പടക്കപ്പലുകൾ സഹായിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അജയ് സുദാബിജു വിവരങ്ങൾ നൽകും. അജയ്, ഈ ഖാർഗ് ദ്വീപിൽ നടന്ന ആക്രമണത്തിൽ കടലിൽ എണ്ണച്ചോർച്ചയുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. ഇതിനിടെ സംഘർഷ സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. ഇതിനിടയിലാണല്ലോ ഈ പ്രഖ്യാപനം. എങ്ങനെയാണ് ഈ ഹോർമുസ് പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് പൂർണ്ണമായും അവിടെ സുഗമമായിട്ടുള്ള സഞ്ചാരം, അതൊക്കെയാണോ അമേരിക്ക സ്വപ്നം കാണുന്നത്?
എൽദോ വെടിനിർത്തലുണ്ടായി ഇപ്പോൾ സമാധാന ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഹോർമുസ് കടലെടുക്ക് കേന്ദ്രീകരിച്ചുണ്ടാകുന്നത്. ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് 3 US പടക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നത്. അതും ഇറാന്റെ പടക്കപ്പലുകൾ ഉപയോഗിച്ചായിരുന്നില്ല ഈ ആക്രമണം. അവർ ചെറു ബോട്ടുകളിലും അതുപോലെ തന്നെ മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ചാണ് ഇത്തരമൊരു ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിന് തിരിച്ച് എന്നോണം അമേരിക്ക ഇറാനിലുള്ള സൈനിക കേന്ദ്രങ്ങളും അതുപോലെ ഖാർ ദ്വീപും ഇറാന്റെ 2 ടാങ്കറുകളും നശിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഖാർ ദ്വീപിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിനെ തുടർന്നാണ് കടലിൽ ഒരു എണ്ണച്ചോർച്ച ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ചില ഉപഗ്രഹ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഇതിന്റെ തോത്, ഈ എണ്ണയുടെ ഒഴുക്ക് എത്രമാത്രമാണ് എന്നൊന്നും നിലവിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും കടലിൽ ഈ ഓയിൽ കലരുന്നത് അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമുണ്ടാക്കും. മത്സ്യസമ്പത്തിനുൾപ്പെടെ വലിയൊരു ഭീഷണിയായിട്ട് വരാം. എന്തായാലും ഇത് വളരെ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഹോർമുസ് കേന്ദ്രീകരിച്ച് ഇത്തരമൊരു സംഘർഷ സാധ്യത ഉടലെടുത്തതിന് പിന്നാലെയാണ് അമേരിക്ക ഇപ്പോൾ നിലവിൽ പ്രോജക്ട് ഫ്രീഡം അത് വീണ്ടും ആരംഭിക്കാനുള്ള ഒരു പദ്ധതി അത് ആരംഭിച്ചിരിക്കുന്നത്. മുൻപ് തന്നെ ഈ പ്രോജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ട്രംപ് തന്നെയാണ് ഇത് തള്ളിക്കളഞ്ഞത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ കപ്പലുകൾക്ക് ഒരു സുരക്ഷിത യാത്ര ഒഴുക്കേണ്ട സാഹചര്യമില്ല. ഇറാൻ ഒരു ഡീലിലേക്ക് കടക്കുകയാണ്. അവരുടെ നേവൽ ഫോഴ്സൊക്കെ പൂർണ്ണമായി ഇല്ലാതായി എന്ന അവകാശവാദങ്ങളെല്ലാം ട്രംപ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് തന്നെ പറയുന്നത് ഒരു ചെറിയ കാലയളവിലേക്ക് പ്രോജക്ട് ഫ്രീഡം ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്നാണ്. US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിലാണ് ഇത് നടപ്പിലാക്കുക. പക്ഷേ ഇതിന്റെ വ്യാപ്തി എത്രമാത്രമാണെന്നോ എന്ത് തരത്തിലാണ് ഈ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നോ ഒന്നും തന്നെ US വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ കപ്പലുകൾക്ക് അകമ്പടി നൽകാനുള്ള ഒരു നീക്കമല്ല ഇതെന്ന് നമുക്ക് മനസ്സിലാകും. മറ്റ് സൈനിക ഓപ്പറേഷൻസ് ആണ് ഇതിലൂടെ US ലക്ഷ്യമിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന അനുസരിച്ച് ഇറാൻ US സമർപ്പിച്ചിട്ടുള്ള സമാധാന നിർദ്ദേശങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മറുപടി നൽകും എന്നതാണ്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ സംബന്ധിച്ച് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. 2 ദിവസം മുൻപേ ഇറാന്റെ വിദേശകാര്യ സെക്രട്ടറി ഇസ്മായിൽ ബഗേയി പറഞ്ഞത് US-ന്റെ ഈ നിർദ്ദേശങ്ങൾ പരിഗണനയിലാണ് എന്നാണ്. ഇപ്പോൾ ഇന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം US-നെ വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. അബ്ബാസ് അറക്ചി പറയുന്നത് ഒരു നയതന്ത്ര ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോഴാണ് അമേരിക്ക സൈനികപരമായിട്ടുള്ള എടുത്തുചാട്ടങ്ങളിലൂടെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് എന്നാണ് അബ്ബാസ് അറക്ചി വിമർശിച്ചിരിക്കുന്നത്. ശരി അജയ്, എന്താണേലും ഒരു ഫ്രീഡം പ്രൊജക്റ്റുമായി എത്തിയിരിക്കുകയാണ്. വാണിജ്യ കപ്പൽ ഉൾപ്പെടെ സുഗമമായി ഹോർമുസ് കടക്കാൻ അമേരിക്കൻ പടക്കപ്പലുകൾ സഹായിക്കുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അജയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് 9 മണി വാർത്തയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.